ഇപ്പൊ റീസെന്റ് നരിവേട്ട ഇറങ്ങി, ആ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഇത്രയും ക്രൂരത ഫേസ് ചെയ്തിട്ടുണ്ടോ, ഇത്രത്തോളം സഫർ ചെയ്തിട്ടുണ്ടോ ഒരു ഫീൽ നമുക്ക് തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു പ്രേക്ഷകൻ അത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പോലീസ് എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു നോർമൽ എന്താ ഒരു ദിനേരിയയിൽ അല്ലെങ്കിൽ ഒരു ആവറേജ് മനുഷ്യന് ഒരു പോലീസ് എന്ന് വാക്കുമ്പോൾ എപ്പോഴും പേടിയാണോ ഉണ്ടാകുന്നത്? അതെന്താണെന്ന് അറിയും, പണ്ട് കാലത്ത് ഈ പോലീസ്, ഞാൻ എൻ്റെ ഒരു പടത്തിനകത്ത് ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ടായിരുന്നു മിഷൻ 90. പണ്ടൊക്കെ കുട്ടികൾ ചാപ്പാട് കഴിക്കാതിരിക്കുന്ന സമയത്ത് ഇതാ പോലീസ് വരും കേട്ടോ എന്ന് പറയും, പേടിപ്പിക്കും. പക്ഷെ അന്യരാജ്യങ്ങളിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് അറിയും, മോനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസുകാർ ഉണ്ടായിരിക്കും, അവിടെ പോയി പറയാം. അത് അങ്കിള് ഇവിടെ പോലീസിനെ പേടിപ്പിക്കാനാണ്. അതാണ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കുന്നത്. പോലീസ് എന്ന് പറയുന്നതിൽ പല വിഭാഗം, നമ്മൾ ഇത്രയും ആൾക്കാരിരിക്കുന്ന പലരുടെയും സ്വഭാവം പലരും ഇവിടെ പോലീസിനകത്ത് കാണും. അപ്പൊ യൂണിഫോം ഇട്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കുറ്റക്കാരല്ല, അല്ലെങ്കിൽ എല്ലാവരും ബാഡ് പീപ്പിൾ അല്ല. ലോട്ട് ഓഫ് ഗുഡ് പീപ്പിൾ എത്രയോ ആളുകളുണ്ട്. അങ്ങനെയുള്ള കർമ്മങ്ങൾ നിങ്ങൾ ഒരിക്കലും കാണുന്ന പോലുമില്ല. ആ പാവപ്പെട്ടവൻ ഇന്നും ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ട് റിട്ടയർഡ് പോയിട്ടുണ്ടായിരുന്നു. പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ദാരിദ്ര്യവും ഇതുകൊണ്ട് ചിലരുണ്ട്. ഞാൻ മദ്രാസിലെ പോലീസിനെ കണ്ടപ്പോൾ 5 വിരലും ഡയമണ്ട് റിങ്സ്, ഇതും കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് നാണമില്ല എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ 5 ഫിംഗറിലും ഡയമണ്ട് റിങ് ഇട്ടുകൊണ്ട് നടക്കുന്ന വളരെ സർക്കാർ വെച്ച് ഞാൻ കണ്ണിന് കൈ നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഒരു വിധത്തിലുള്ള നാണമില്ലേ, ഇത് എവിടെ വന്നിരിക്കുന്ന ഒരു സാധാരണ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. സോ എല്ലാവരും ഒരുപോലെയല്ല. There are a lot of good people. അവരെന്നും സൈറ്റിൽ ചവിട്ടി പോകുന്നവരുണ്ട്. അപ്പം ഓരോ സിനിമയിലും കാണുന്നത് നിങ്ങൾ ആക്ഷൻ ഹീറോയിൽ കണ്ടു, കാലത്തൊട്ടിട്ട് വൈകിട്ട് വരട്ടെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇന്ന് കാലത്ത് കൊണ്ടുവരുന്ന ജംഗ്ഷനിലൂടെ നിൽക്കുന്ന പോലീസുകാരൻ ഓണം അവനവിടെ നിൽക്കുന്നുണ്ട്. ആ പോലീസുകാരുടെ വീട്ടിൽ ഒരു ഭാര്യ മക്കളോട് കാത്തിരിക്കുന്നു, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ ആങ്ങളെ വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ കൊണ്ടുവരുന്ന ഒരു 12 മണിക്ക് ഡ്യൂട്ടി കഴിയേണ്ട ആൾക്ക് 4:45 ഓടുന്നത്. ഓർമ്മ വന്നിട്ടുണ്ട്, അപ്പുറത്ത് ഒരു കാർ ആക്സിഡന്റ് ആയിട്ടുണ്ട്, ആ പാർട്ടിന്റെ അപ്പുറത്ത് പോയിക്കോ ഏതൊരു നേരെ വരെ പിടിച്ച് അങ്ങോട്ട് എത്താം. അവിടെ നിന്ന് പിന്നെ എന്തോ ആക്സിഡന്റ് ഒരാൾ മരിച്ചിരിക്കും, അവിടെ കാത്തു നിൽക്കുകയാണ്. പിന്നീട് ഇത് പോകുന്നത് പിറ്റേ ദിവസം കാലത്തായിരിക്കും. അപ്പൊ അന്നത്തെ ഉച്ചത്തെ സദ്യ പോയി അതിനടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി പിന്നെ ഭാര്യ പിന്നെയും കാത്തിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ആരും കാണുന്നില്ല. എല്ലാ സർവീസിനും ഉണ്ട് അവരുടേതായിട്ടുള്ള പ്രശ്നം. പക്ഷെ നമുക്ക് കാണുന്ന സമയത്ത് തെളിവിളിക്കാൻ പറയാം. അതെന്താണ്? രാഷ്ട്രീയം. രാഷ്ട്രീയക്കാർക്ക് ഓശാനം പാടുന്ന പോലീസുകാരെ നമ്മൾ ഒരിക്കലും നന്നാൻ പാടില്ല. കാരണം അവൻ ആ യൂണിഫോമിനോട് ജസ്റ്റിഫിക്കേഷൻ കാണിക്കുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ ചില വീഡിയോ ക്ലിപ്പിങ്സും അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പിങ്സും കേൾക്കുന്നത് താൻ പോറോ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരോട് പറയുന്ന SINC നമ്മൾ കാണുന്നുണ്ട്. അതാണ് വരേണ്ടത്. അല്ല, രാഷ്ട്രീയം നിങ്ങൾ നിയമത്തിനെ മുഴുവൻ കയ്യിലെടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു മാത്രം ഞാൻ ചെയ്യുക, ഞാൻ പറഞ്ഞത് മാത്രം ചെയ്യുക. അപ്പൊ ഇന്നത്തെ ഇന്നത്തെ ന്യൂസിൽ നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ, ED കരുവന്നൂർ കേസിന്റെ ആളുകൾ ചാർജ് ഷീറ്റ് സമർപ്പിച്ചു. ഇന്നും ഇവിടുത്തെ കേരളത്തിൽ നടക്കുന്ന കേരള ഗവൺമെന്റിന് കണ്ടിരിക്കുന്ന ക്രൈംബ്രാഞ്ചോ ആരാണെങ്കിലും ചെയ്യും, അവരിത് സബ്മിറ്റ് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് വാട്ട്? പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്. പോലീസിനെ ഒരിക്കലും എന്തുകൊണ്ട് പട്ടാളവും പോലീസിന് വ്യത്യാസമുണ്ട്? പട്ടാളത്തിൽ യാതൊരു വിധത്തിലും പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് ഇല്ല. ആര് വന്ന് ഭരിച്ചാലും സെയിം റൂള്, സെയിം പോക്ക്. അല്ലാതെ ഇപ്പം കാശ്മീരിലെ പെൽഗാം ഇഷ്യൂ ആണ്, പട്ടാളക്കാർക്ക് അവിടെ ഒരാളും വേറെ ഓടണമെന്നുള്ളത് പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വിട്ടു തന്നു, നിങ്ങൾ നിശ്ചയിച്ചു. ഇവിടെ കേരള മുഖ്യമന്ത്രി പറയും നിങ്ങൾക്ക് വിട്ടു തന്നു. നമ്മൾ തീരുമാനിക്കും അതിൽ എൻ്റെ പാർട്ടിക്കാരനുണ്ടോ ഇല്ലേ. ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ നിയമ ആ ഒരു സ്ഥലം അപ്സെറ്റായിട്ട് നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യം, പോലീസുകാർ ഇത്രയും ക്രൂര, പോലീസുകാർ ഇത്രയും കഷ്ടപ്പാട്, ഇതൊക്കെ അപ്സെറ്റൻസ് കാണുന്ന ഇതുകൊണ്ടാണ്. ആദ്യമായിട്ട് ഈ പൊളിറ്റിസൈസേഷൻ മാറ്റിക്കഴിഞ്ഞിട്ട് സത്യസന്ധമായിട്ട് അല്ല ബാക്ക്ഡോർ എൻട്രി കൊടുക്കുന്ന യൂണിഫോം ഇല്ലാതെ അധ്വാനിച്ച് PSC എഴുതി വരുന്നവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ they will be powerful. They will stand up and say, ഹലോ സാറേ, ആദ്യം സാറേന്ന് വിളിക്കും, വരട്ടെന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ മാറ്റും. അത് അവൻ്റെ ഗട്ട്സ്. ബിക്കോസ് ഹി കെയിം വിത്ത് എ ഹാർഡ് വർക്ക്. അവിടെ സെൽഫ് റെസ്പെക്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ പോലീസുകാരന് ആദ്യം വേണ്ട സെൽഫ് റെസ്പെക്ട് ആണ്. ചോദ്യം ഉത്തരം കിട്ടിയില്ല.